അപ്പോൾ നമ്മൾ ഇന്ന് അപ്രതീക്ഷിതമായ വീഡിയോ ചെയ്യാണ്. സാധാരണ ഒന്നിടവിട്ടാണ് വീഡിയോ ഉണ്ടാവാറ്. അപ്പൊ ഇത് ഇന്ന് ഡാമേജ് സെയിലാണ് കേട്ടോ. ഡാമേജ് എന്ന് കേട്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഡാമേജ് സെയിലും ഞാൻ ഉദ്ദേശിച്ചത് ഷോളാണ് കേട്ടോ. ഷോളിന്റെ ലെങ്ത് ആണ്. ഞാൻ ഇന്നൊരു 3 പീസ് സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും 499 ഫ്രീ ഷിപ്പിങ്ങിലാണ്. നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ്. പറഞ്ഞിട്ട് എന്താ വേണ്ടേ, ഷോളിന് ലെങ്ത് ഇല്ല. ഞാനിത് കേരളത്തിന്റെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഐറ്റം ആയിരുന്നു. ഞാനൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ കുറേ കാലമായി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു 3 പീസ് സെറ്റിന്. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇതിന്റെ ഭംഗി കണ്ടിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോഴാണ് ഷോൾ ലെങ്ത് അവർ 2.25 എന്നാണ് പറഞ്ഞത്. പക്ഷെ ഷോൾ ലെങ്ത് 1.95 ആ ഒരു റേഞ്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. 2.25 ഇല്ല. അപ്പൊ എനിക്ക് പിന്നെ അത് സെയിൽ ചെയ്യാൻ ഭയങ്കര മടിയായി. സത്യം പറയാലോ, എനിക്ക് ഒരു റേറ്റ് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കേണ്ടി വരും. കാരണം എനിക്ക് കിട്ടിയത് തന്നെ 400 സംതിങ്ങിനാണ്. അപ്പൊ അത് ആ ഒരു ഇതിന് ഞാൻ എത്രയൊക്കെ കൊടുക്കണ്ടേ? 500-നാണോ 600-നാണോ 700-നാണോ കൊടുക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു ഷോൾ ലെങ്ത് കുറവായതുകൊണ്ട്. എല്ലാ ദിവസവും ഷോൾ ലെങ്ത് കറക്റ്റ് ആണെങ്കിൽ എന്തായാലും നല്ല ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ ഷോൾ ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ ഞാൻ അവരെ സമീപിച്ചപ്പോൾ അവർ തിരിച്ചയക്കാനാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നി ഞാനത് തിരിച്ചയക്കുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. കാരണം ഇനി എന്തായാലും വേണ്ടുന്നവർ പർച്ചേസ് ചെയ്തോട്ടെ എന്ന് വെച്ചു. ബണ്ടിൽ പോലെ ഇത് അയക്കണം, അത്രയും പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ അത് വേണ്ടുന്നവർ പർച്ചേസ് ചെയ്യാം. അതിന്റെ പാറ്റേൺ അത്രയും ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കൊണ്ടുവച്ച ഉടനെ കസ്റ്റമേഴ്സ് എടുത്തിട്ട് പോയി 2-3 എണ്ണമൊക്കെ. അപ്പൊ എനിക്ക് തോന്നി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ പുറത്തുള്ളവർ വിലയിരുത്തുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ സ്റ്റാഫ്സിനായാലും അവരും എടുത്തിട്ടുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബ്ലൂ ഞാൻ പേഴ്സണലി എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കംഫർട്ടബിൾ ആയവർ മാത്രം. ഈ ഷോൾ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. അത് കംഫർട്ടബിൾ ആയവർ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതാണ് 499 ആണ് പ്രൈസ് വരുന്നത്. എന്തോ ഒരു ഭംഗിയാണ്. എല്ലാ കുർത്തിയും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതിന്റെ ബോട്ടായാലും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് ആയാലും. പിന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. വാഷ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും വരത്തില്ല. കാരണം മിക്സ് ആണ് വരുന്നത് കേട്ടോ. അതായത് എക്സാക്ട് കോട്ടൺ അല്ല വരുന്നത്, കോട്ടൺ മിക്സ്. പക്ഷെ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ്, ഒന്നാമത് ഇതിന്റെ ഭംഗി കൊണ്ടാണ്. ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കി, ഈ ഫ്രണ്ട് പോർഷന്റെ ഒക്കെ ഭംഗി കൊണ്ടാണ് ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈറ്റ് ദുപ്പട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. അടിപൊളി പാന്റും കിട്ടുന്നുണ്ട് നമുക്ക്, അതുപോലെ തന്നെ ടോപ്പും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കംഫർട്ടബിൾ ആയവർ വാങ്ങിക്കുക. ഇതിപ്പോ നല്ല അടിപൊളി കളക്ഷൻ ആണ്. ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ ഫസ്റ്റ് വരുന്നത് ബ്ലൂ അല്ല, ഇതാണല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണല്ലേ, പീച്ചാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും ലാർജ് സൈസ്. ഞാനിത് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട്, അതായത് ലാർജുകാർക്ക് ലാർജ് കണ്ടോട്ടെ, പിന്നെ എക്സൽ കണ്ടോട്ടെ, ഡബിൾ എക്സൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കാരണം എല്ലാം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും, നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളത്. അത്രക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. എനിക്ക് 2-3 വീഡിയോ ഒന്നും ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റില്ല. അറിയാലോ, വിഷു ആണ് വരുന്നത്. വീഡിയോ ചെയ്തിട്ട് വേണം ബാക്കി പ്രൊഡക്റ്റ് എനിക്ക് ഷോപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ഇത് നോക്കാം. ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചയക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ വന്നവർ പറഞ്ഞത് നല്ല പ്രൊഡക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. ആ ഷോൾ ലെങ്ത് നീളം കുറഞ്ഞവരായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായത് കേട്ടോ. നീളം കുറഞ്ഞവർക്ക് ഇത് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തയ്യാറായത്. അപ്പൊ ഇതാണ് ഞാൻ ജസ്റ്റ് കാണിക്കത്തേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതിന്റെ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അവിടെ നിന്ന് പറയാം. ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു കണ്ടോ പാറ്റേൺ വന്നിരിക്കുന്നത്, ഡിസൈൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ഒറിജിനൽ മിറേഴ്സ് അല്ല കേട്ടോ, പ്ലാസ്റ്റിക് മിറേഴ്സ് ആണ് വരുന്നത്. അതിലിങ്ങനെ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്നത്. ലൈനിങ് ഇല്ല. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. എല്ലാത്തിലും സെയിം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ കാണിച്ചു പോവുകയേ ചെയ്യത്തുള്ളൂ. 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഇത് തന്നെ ഞാൻ ഈ വെയർ ചെയ്ത ഐറ്റം തന്നെയാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ്. ലാർജ് സൈസ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ്. ഇങ്ങനെയാണ് വരിക. ദുപ്പട്ട പാൻറ് കാണിക്കും. പാൻറ് ഇങ്ങനെ വരും. വേണ്ടുന്നവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ. ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പാൻറ് നോക്കിയ ഇലാസ്റ്റിക് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ ആണ് വരുന്നത്. ഇത് കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കേട്ടോ, ഇങ്ങനെ വരും പാൻറ്. നല്ല സിക്സാക് പാറ്റേൺ ആണ് വരുന്നത്. ഇല്ല, ലൈനിങ് ഇല്ല. ഇതിന് ലൈനിങ് ഇല്ലേ, ബോട്ടത്തിന് ലൈനിങ് ഇല്ല കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. ബോട്ടത്തിന് ലൈനിങ് വരുന്നില്ല. ഇങ്ങനെ വരും. ഫസ്റ്റ് വൺ ഇത് വരും. ഫസ്റ്റ് വൺ പീച്ച് ഷെയ്ഡ് ഇല്ല. സെക്കൻഡ് വൺ വരുന്നത്
ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ വരും. 499 ഫ്രീ ഷിപ്പിംഗ് ആണ്. ലാർജ് സൈസ് ആണ് കാണിക്കുന്നത്. പാൻറ് ഇങ്ങനെ വരും കണ്ടോ, ഇങ്ങനെയാണ് വരിക പാൻറ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട അത്രയും ലെങ്ത് ഇല്ല കേട്ടോ, കണ്ടോ ഇങ്ങനെയാണ് വരിക. ദുപ്പട്ട അത്രയും ലെങ്ത് വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 1.952 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 2.25 ഇല്ല കേട്ടോ. ഇങ്ങനെയാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ്. ഇനി തേർഡ് വൺ ഗ്രേ ഷെയ്ഡ്. ഇത് ഷോപ്പിൽ തന്നെ എടുത്തിട്ട് പോകും എന്നാണ് തോന്നുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് നെക്സ്റ്റ് വരുന്നത് കണ്ടോ. $499 ആണ് കേട്ടോ പ്രൈസ്. നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡ് കണ്ടോ, ഇങ്ങനെ വരും കണ്ടോ. ഇതാണ് ബ്ലൂ ഷെയ്ഡ് കേട്ടോ. കംഫർട്ടബിൾ ആയവർ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഷോപ്പിൽ വെക്കാനാണ് ഇഷ്ടം. പേടികൊണ്ടാണ്, കാരണം നിങ്ങളുടെ മൈൻഡിൽ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഞാൻ എന്തായാലും പേഴ്സണലി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. നെക്സ്റ്റ് നല്ലൊരു എന്താ പറയുക, നമ്മുടെ ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു മെഹന്തി ഗ്രീൻ ലെമൺ ഗ്രീനിൻ്റെ മിക്സ് ആണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതുകൊണ്ടാണ് ഞാനിത് ഓൺലൈനിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചയക്കും. അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, കസ്റ്റമേഴ്സിൻ്റെയും കൂടി ഞാൻ അഭിപ്രായം നോക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ കൊണ്ടുവരത്തില്ല. എനിക്കിത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഷോൾ ലെങ്ത് ഒക്കെ കുറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും തിരിച്ചയക്കണമെങ്കിൽ തിരിച്ചയക്കാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോട്ടെ, വിഷു കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് നെക്സ്റ്റ് കളർ. നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഉരണ്ട വേഗം തരണം കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് കളർ ഷെയ്ഡ്. ഇതിൻ്റെ ഒന്നും ഫോട്ടോ ഇല്ല, 100 കണക്കിനുണ്ട് കുർത്തി 3 പീസ് സെറ്റ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് അത് ഉരണ്ട, ഞാൻ പറഞ്ഞല്ലോ. നെക്സ്റ്റ് ഈ ഒരു കളർ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഈ ഒരു കളർ ഷെയ്ഡാണ്. ഇത് ഒരു എന്താ പറയുക അക്വാ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതാണ് പാൻറ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഒരു പീച്ച് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരിക കേട്ടോ. നെക്സ്റ്റ് ഒരു പീച്ച് ഷെയ്ഡാണ്. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ്. ലാർജ് സൈസ് വേണ്ടുന്നവർ ഓരോന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. പാൻറ് ഇങ്ങനെ വരും കണ്ടോ. ഇതാണ് കേട്ടോ ഇത്. വേണ്ടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് 2 പീസ് സെറ്റായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് യെല്ലോ, ഒരു ഓറഞ്ചിഷ് യെല്ലോ ഷെയ്ഡാണ്. ഇതാണ്
പാൻറ് വരുന്നത്. ഇലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരും. ഇതൊരു ഡാമേജ് എന്നല്ല, ഷോൾ ലെങ്ത് കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത്. 499 കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. ഇത് കണ്ടില്ലേ. നെക്സ്റ്റ് നല്ലൊരു, ഇതൊക്കെ സിംഗിൾ പീസാണ്. ഇതൊക്കെ സിംഗിൾ പീസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും പറയാൻ ടൈമില്ല. ഇങ്ങനെയാണ് ഇവരെ കംഫർട്ടബിൾ ആയവർ പർച്ചേസ് ചെയ്യുക കേട്ടോ. അല്ലാത്തവർ ഷോപ്പിൽ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ധൈര്യത്തെ തന്നെയാണ് ഞാൻ ഓൺലൈനിലേക്ക് കൊണ്ടുവന്നത്. 499 ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു നല്ലൊരു റോസ് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെയാണ് പാൻറ് വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരിക. എല്ലാം ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ടുന്നവർ സ്ക്രീൻഷോട്ട് അയച്ചോളൂ. ഞാൻ നമ്പർ ഇടാൻ നോക്കാം. നമ്പർ ഇടുക എന്ന് പറയുന്നത് റിസ്ക് ആണ് ഇത്ര എണ്ണത്തിന്. എന്നാലും ഞാൻ നമ്പർ ഇടാൻ നോക്കാം കേട്ടോ. ഇങ്ങനെ വരും. ഇനി നെക്സ്റ്റ് ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിന്റും ഭംഗിയും. അതാണ് എന്നെ ആ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു സംഭവം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല രസമില്ലേ. അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ലെങ്തി ആക്കി കഴിഞ്ഞാൽ ഈ ഒരു വിഷു ടൈം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നിൽ തന്നെ വേഗം തന്നെ ഞാൻ പറഞ്ഞു പോകുന്നത്. നല്ലൊരു പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നമ്മുടെ ഒരു റാണി പിങ്കിൻ്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. അങ്ങനെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ട ഇങ്ങനെ വരും. കണ്ടോ. ഇതാണ് പാൻറ് വരുന്നത്. നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. മെഹന്തി ഗ്രീൻ പാൻറ് ഇങ്ങനെ വരും. ഇതൊക്കെ ലാർജ് സൈസാണ്. ഓക്കെ, കണ്ടോ. ഇങ്ങനെയാണ് വരും. അപ്പോൾ ഇതും 499. ഇനി ലാസ്റ്റ് അല്ല, ഇത് ലാസ്റ്റ് ലാർജിൽ ലാസ്റ്റ് വൺ പീച്ച്. അങ്ങനെ വരും. ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡാണല്ലേ ഇതും. ഇത് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നവരെ വെയർ ചെയ്യാം. ലൈനിങ് ഇല്ലാത്തത് ചിലർക്ക് ബുദ്ധിമുട്ടാകും. അതാ ഞാൻ കാണിക്കാം. ഞാൻ ഇട്ടിട്ട് വലിയ രീതിയിൽ ട്രാൻസ്പെറൻസി ഒന്നുമില്ല. ചിലതിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ഇത് അത്ര വലിയ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഈ വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും തോന്നുന്നില്ലല്ലോ. ഇങ്ങനെയാണ് വരിക. ഇതൊക്കെ നല്ല ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ വരും. അപ്പോൾ ലാർജ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലാർജ് സൈസ് 499, ഫ്രീ ഷിപ്പിംഗ്, 3 പീസ് സെറ്റാണ്. കംഫർട്ടബിൾ ആയവർ പർച്ചേസ് ചെയ്യുക. ഷോൾ ലെങ്ത് ചെറുതാണ്. വേണ്ടുന്നവർക്ക് വൈറ്റ് ഷോൾ ഇട്ട് പെയർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 2 പീസ് സെറ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് എക്സൽ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നോക്കാം ഓരോന്നായിട്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് പ്രിന്റും ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല മിറർ വർക്കും, ഒറിജിനൽ മിറർ അല്ല, പ്ലാസ്റ്റിക് മിറേഴ്സ് ആണ്. ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത്. ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, അത്ര വലിയ ഇതാ. കണ്ടോ, അങ്ങനെ കാണുന്നൊന്നുമില്ല കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട. ഓക്കെ, നീലേൻ്റെ മുകളിലായതുകൊണ്ട് കാണുമെന്ന് അറിയത്തില്ല. ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ്. ഇത്
സെക്കൻഡ് നല്ലൊരു നേരത്തെ കാണിച്ചത് തന്നെയാണ് ചിലതൊക്കെ വരിക കേട്ടോ. ഇതാണ് ദുപ്പട്ട, ഇതാണ് ബോട്ടം, ഇതാണ് ദുപ്പട്ട കേട്ടോ. നേരത്തെ കാണിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് വരും, കാരണം ഞാൻ ഓരോ സൈസും ഓരോന്നിലാണ് കാണിക്കുന്നത്. ഇത് വരും. നെക്സ്റ്റ് നല്ലൊരു എന്താ പറയാ, നമ്മുടെ ഒരു ലെമൺ ഗ്രീൻ ആൻഡ് ഗ്രീനിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ. ഇനി തേർഡ് വൺ, അത്രയും പ്രൊഡക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ. തേർഡ് വൺ വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും, ലാർജ് എവിടെ എക്സൽ എവിടെയെന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ. കണ്ടോ ബോട്ടം കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതും ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് നല്ലൊരു റോസ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ നല്ല പ്രിന്റാണ്, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ വരും. ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് മാത്രമേ പ്രോബ്ലം ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. 46 ഇഞ്ചസോളം 45.5 ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇത്രയും ലെങ്ത് വരുമ്പം ദുപ്പട്ട കുറച്ച് ചെറുതാകുമ്പോൾ പ്രോബ്ലം ആണ്. മാത്രമല്ല നമ്മൾ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത് പക്ക കറക്റ്റ് ആണ് കേട്ടോ. ഹൈറ്റ് കുറഞ്ഞവരാണ് കൂടുതൽ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ്. ബോട്ടം ലെങ്ത് എത്രയാ? 40 ഉണ്ട് കേട്ടോ. ബോട്ടം ലെങ്ത് 40 ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഗ്രീൻ, നല്ല രസമുണ്ട്. ഇതിന്റെ ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഏതിനും വൈറ്റ് പെയർ ചെയ്യാം, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. രണ്ടു ഭാഗത്തും ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് കുറവൊന്നും കാണത്തില്ല കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 1.92 മീറ്റർ, അതിലപ്പുറത്തേക്കുള്ള 2.25 ആണ് മിനിമം ലെങ്ത് നമുക്ക് ദുപ്പട്ടക്ക് വേണ്ടത്. പക്ഷെ നമുക്ക് ഇത് 1.95 മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വരും. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് അതിന്റെ തന്നെ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട്, ഓരോന്ന് കാണുമ്പോഴും രസമുണ്ട്. സിക്സാക് പാറ്റേൺ ആണ് ബോട്ടം വരുന്നത്. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇനി നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എത്രത്തോളം ക്യാമറയിൽ എങ്ങനെയുണ്ട്, ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇത് നിരത്തി വെച്ചിട്ട് കാണുമ്പോൾ തന്നെ അറിയാതെ വാങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ വരും. നെക്സ്റ്റ് യെല്ലോ, പാൻറ് അത്രയും പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം സിംഗിൾ പീസാണ്. ചിലത് മാത്രമേ രണ്ടെണ്ണൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെയാണ് പാൻറ് വരുന്നത്. ഇലാസ്റ്റിക് ആണ് കേട്ടോ. പാൻറ് സെയിം തന്നെയാണ്, എല്ലാ ഫീച്ചേഴ്സും 40 ആണ് പാൻറിന്റെ ലെങ്ത് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. ഗ്രീൻ, ഒരു സഫയർ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ വരും. ഇതാണ് വരും. ഇതിന്റെ ഡാമേജ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ലെങ്ത് കുറവുണ്ട് നമ്മുടെ ഷോളിന്. ഗ്രേ, ഇങ്ങനെ വരും. ഷോളിന് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു ലേസൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബ്ലൂ, ഈ ഒരു 499 വർത്താണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണെങ്കിൽ പോലും കംഫർട്ടബിൾ ആണ്. ഈ ഒരു വേനൽക്കാലത്ത് വെയർ ചെയ്യാൻ, സമ്മർ കളക്ഷനിൽ പെടും. സമ്മറിൽ വെയർ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ വരും. 499. ഇപ്പൊ എക്സൽ ആണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബ്ലൂ, ഇത് കണ്ടില്ലേ, ബോട്ടം കണ്ടില്ലേ. പിന്നെ നെക്സ്റ്റ് വരുന്നത്
നല്ലൊരു പിങ്ക് ഷെയ്ഡ്, ഒരു റാണി പിങ്കിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് ബോട്ടം. എന്നിട്ട് ബ്ലൂവിൻ്റെ ഒരു പിങ്കാണ്, എക്സൽ സൈസാണ്. ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ബ്ലൂ. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഒരു മെഹന്തി ഗ്രീൻ, വിത്തൗട്ട് ലൈനിങ് ആണ്, പ്രത്യേകം പറയാം. പക്ഷെ കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ. ഇങ്ങനെ വരും, ഇങ്ങനെ വരും കണ്ടോ. ഇങ്ങനെയാണ് വരും. നെക്സ്റ്റ് വീണ്ടും ഗ്രേ ഷെയ്ഡ്, ഡാർക്ക് ഗ്രേ ഷെയ്ഡ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഗ്രേ. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, സ്ട്രൈപ്സ് പാറ്റേൺ പാൻ്റാണ് വരുന്നത്. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഗോൾഡൻ യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഒരു ക്രീം ഷെയ്ഡ് ഇങ്ങനെ വരും. ആണ് ബോട്ടം. നെക്സ്റ്റ് വൺ ഞാൻ വെയർ ചെയ്ത ഈ ഒരു ഐറ്റം തന്നെ ബ്ലൂ, എക്സൽ ആണേ. നെക്സ്റ്റ് ഗ്രീൻ. ഇതൊക്കെ സ്ട്രൈപ്സ് പാറ്റേണിലാണ്, ഒരു ലഹരിയ പാറ്റേണിലാണ് വരുന്നത്. സ്ട്രൈപ്സും എല്ലാം ചിലതിനൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. 2-ലധികം വരുന്നതും ഉണ്ട്. ചിലത് 1.95 സ്റ്റാർട്ട് ചെയ്യുന്നത്, 1.92, 95 ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാത്തിലും ഞങ്ങൾക്ക് ലെങ്ത് അളക്കാൻ പറ്റത്തില്ല. പക്ഷെ ചിലത് 2 ഉണ്ട്, 2-ല് കുറച്ചധികം ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് നെക്സ്റ്റ് വൺ ബ്ലൂ. ആണ് പാൻറ് വരുന്നത്. നീളം കുറഞ്ഞവർ, ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. അവർക്ക് ഈ ഒരു പ്രശ്നം വരത്തില്ല. അവർക്ക് കൂടുതൽ ലെങ്ത്തുള്ള ഷോളാണ് പ്രോബ്ലം ആകാറുള്ളത്. നെക്സ്റ്റ് വീണ്ടും ഒരു പിങ്ക് ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ഓരോ പ്രിൻ്റും നല്ല രസമാണ്. ഇതാണ് ബോട്ടം. നെക്സ്റ്റ് ഒരു ഡാർക്ക് ലാവെൻഡർ ഷെയ്ഡാണ്. ഇങ്ങനെ വരും കേട്ടോ. പാൻറ് ഇതാ ഇങ്ങനെ വരും. ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും. ഒരു ലാവെൻഡർ, ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ലാവെൻഡർ പേർപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ലാവെൻഡറും എക്സാക്ട് ലാവെൻഡർ അല്ല, ലാവെൻഡർ പേർപ്പിൾ ഷെയ്ഡാണ് വരിക കേട്ടോ. നെക്സ്റ്റ് പീച്ച്. ഒരു ഓറഞ്ചിഷ് പീച്ചാണ് കേട്ടോ ഇത്. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഗ്രീൻ.
പാൻറ്. നെക്സ്റ്റ് ഗ്രീൻ. ഇങ്ങനെയാണ് വരിക കേട്ടോ. നെക്സ്റ്റ് വീണ്ടും ഒരു പിങ്കിഷ് പീച്ചാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതൊക്കെ നല്ല രസമുള്ള കളർ ഷെയ്ഡ്സ് ആണ്. പിങ്കിഷ് പീച്ച്. ഓക്കെ, ഇതാണ് പാൻറ്. നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഒരു എന്താ പറയുക, ചിക്കു ഷെയ്ഡാണ് കേട്ടോ, ബ്രൗൺ അല്ല. പാൻറ് പാൻറ് തരുന്നില്ല. ഇങ്ങനെയാണ്. ഇതാണ് 6 ആണ് വരുന്നത്. കാണുന്നില്ലേ അതില്? ഇങ്ങനെ. നെക്സ്റ്റ് ഗ്രീൻ. ഇങ്ങനെ വരും. ഇത് വീഡിയോ 1 മണിക്കൂർ ഉണ്ടാവും തോന്നുന്നു. ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പിങ്ക്. ഇതിന് ലെങ്ത് കുറവുണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് കുറവുണ്ട് കേട്ടോ. ഇതിന് ലെങ്ത് കുറവുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 44 ഉണ്ടാവില്ല, 43 ഉണ്ടാവത്തുള്ളൂ. അത് നോക്കണം കേട്ടോ. 43 ഉണ്ടാവത്തുള്ളൂ. ഇങ്ങനെയാണ് വരിക. ഇതിന് 43 ഉണ്ടാവുള്ളൂ കേട്ടോ. 43 ഒക്കെ ആകുമ്പോൾ ഈ ഒരു ദുപ്പട്ട ലെങ്ത് കറക്റ്റ് ആവും കേട്ടോ. 43 ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഒരു എന്താ പറയാ, ഒരു വേറെ തന്നെ ഒരു യെല്ലോയിഷ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ വരും. ഒരു ബ്രൗൺ യെല്ലോ ഗ്രീൻ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് ഇങ്ങനെ വരും. സാൻഡൽ കളർ കൂടി മിക്സ് ആവുന്നുണ്ട് ഇതിൽ. ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ഇങ്ങനെ വരും. ഗ്രീൻ, അക്വാ ഗ്രീൻ, ഒരു സഫയർ ഗ്രീൻ, സോറി, ഒരു സഫയർ ഗ്രീൻ ആണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരും. ഓട്ടം നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്രയും പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാം സിംഗിൾ പീസാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ പീസ് ചിലതൊക്കെ 2-3 എണ്ണമൊക്കെ ഉണ്ട്. അത്രയും പ്രൊഡക്റ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ യെല്ലോ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ. ഓക്കെ, ഇങ്ങനെ. ലാസ്റ്റ് വൺ ഗ്രേ. നല്ല ഭംഗിയുള്ള ഗ്രേ ആണ്. ഗ്രേ ആൻഡ് കോമ്പിനേഷൻ. ഇത് നേരത്തെ കാണിച്ചില്ല, നേരത്തെ വേറെ ആയിരുന്നു അല്ലേ. ഡിസൈൻ മാറ്റുണ്ട്. സത്യം പറഞ്ഞാൽ തളർന്നു. ഇങ്ങനെ ലാസ്റ്റ് വൺ ഇതാ വരുന്നത് കേട്ടോ. വേണ്ടുന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. നമുക്ക് അടുത്ത XXL നോക്കാം. അപ്പൊ നെക്സ്റ്റ് XXL സൈസ് ആണ് കേട്ടോ. ഇതാണ് 499 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഡാമേജ് സെയിലാണ്. ഷോൾ ലെങ്ത് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാത്തിനെയും ഫസ്റ്റ് ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ വരും. ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ്. XXL ഫസ്റ്റ് കളർ ഷെയ്ഡ് പീച്ച് പിങ്ക് ആണ് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതാ ഇങ്ങനെ വരും. ഇത് XXL. അതുപോലെ നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ പേർപ്പിൾ ഷെയ്ഡ്. ഇതൊക്കെ ഇത്ര നേരെ കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത്രയും പ്രൊഡക്റ്റ് ഉണ്ട്. ഒരുപാട് ഉണ്ടെങ്കിൽ ഓക്കെ. ഒരു പാറ്റേണിൽ തന്നെ ഒരുപാടില്ല. 1-2 പീസ് മാത്രമേ വരുന്നുള്ളൂ. XXLൊക്കെ ചിലതൊക്കെ 1-2 പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വരും.
നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഗ്രേ. വാങ്ങാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഓരോ സൈസായിട്ട് കാണിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പരതി പിടിക്കേണ്ടി വരും. ഇങ്ങനെ വരും. ഇത് 2 പീസ് സെറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിങ്ങനെയാണ് ഗ്രേ ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു പിങ്ക്. ഒരു റാണി പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡാണ് വരിക. ഇങ്ങനെ ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് യെല്ലോ. നമ്മൾ രണ്ട് ഭാഗത്തും ഈ ഒരു 3 പീസ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. അത്ര ഭയങ്കരമായ ലെങ്ത് കുറഞ്ഞു വൃത്തികേടായിട്ടുള്ളതൊന്നും അല്ല. കംഫർട്ടബിൾ ആയവർക്ക്, നീളം കുറഞ്ഞവർക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരും യെല്ലോ. നെക്സ്റ്റ് പിങ്ക്. ദുപ്പട്ട ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരിക. ബോട്ടം ഇങ്ങനെ വരും കേട്ടോ. 499 മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരും. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നല്ലൊരു ഗ്രീൻ, നമ്മുടെ അക്വ ഗ്രീൻ ആണ് വരിക. സോറി, സഫയർ ഗ്രീൻ ആണിത്. അക്വ ഗ്രീൻ അല്ല, സഫയർ ഗ്രീൻ ആണ്. ഇങ്ങനെ വരും. എല്ലാം നല്ല കളർ ഷെയ്ഡ്സും അതിൻ്റെ പാറ്റേണും നല്ല ഭംഗിയില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. കംഫർട്ടബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരും. നല്ലൊരു ചിക്കു ഷെയ്ഡാണ്. ഇങ്ങനെ വരും. ചിക്കു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഗ്രീൻ, മെഹന്തി ഗ്രീൻ. ചുരുട്ടി വെക്കല്ലേ, ഇതിങ്ങനെ പരത്തി വെക്കണം. ചുരുട്ടി വെക്കുമ്പോൾ അത് ഭംഗിയിൽ നിൽക്കുന്നില്ല. ഇങ്ങനെ വരും. അല്ല, നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ പിങ്ക് ആണ്. പേസ്റ്റൽ പിങ്ക് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരിക. പേസ്റ്റൽ പിങ്ക്. നെക്സ്റ്റ് ഗ്രീൻ. ഇങ്ങനെ വരും. ചില ദുപ്പട്ടൊക്കെ തിരിച്ചൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് നോക്കണം. ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇതൊക്കെ. നെക്സ്റ്റ് പിങ്ക്, റാണി പിങ്ക്. റാണി പിങ്കിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ്. ഇങ്ങനെ വരും. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് വരിക കേട്ടോ. നെക്സ്റ്റ് ഗ്രേ. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഗ്രീൻ.
നെക്സ്റ്റ് റോസ് ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ഒരു ഗ്രീൻ ആൻഡ് ലെമൺ ഗ്രീൻ ആൻഡ് ഒരു മെഹന്തി ഗ്രീൻ കോമ്പിനേഷനാണ് വരുന്നത്. ഇങ്ങനെ വരും. നെക്സ്റ്റ് ബ്ലൂ പാൻറ് ഇങ്ങനെ വരും. ഇങ്ങനെ വരും. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഗ്രേ. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഒരു 6 ഒക്കെ വരുന്നുണ്ട് ഇതിന്. ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ലെമൺ ഗ്രീൻ ആൻഡ് നമ്മുടെ ഒരു മെഹന്തി ഗ്രീൻ കോമ്പിനേഷൻ. ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ. നെക്സ്റ്റ് വീണ്ടും യെല്ലോ. ബ്ലൂ. ഇങ്ങനെയാണ് വരിക. ലെങ്ത് 45.5 ഇഞ്ചസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വരും. നെക്സ്റ്റ് വീണ്ടും ഗ്രീൻ. ഒരു കളർ ഷെയ്ഡിൽ തന്നെ പല മോഡൽ വരുന്നുണ്ട്. ഏതെടുക്കുന്നു കൺഫ്യൂഷൻ ആക്കും കേട്ടോ. കംഫർട്ടബിൾ ആയവർക്ക്, ചിലർക്ക് ഇത് അത്ര വലിയ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആൻഡ് ഡിസൈൻ അതാണ് നല്ല രസം. ഇതാ കണ്ടോ, ഇങ്ങനെ വരും. 499 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ബ്ലൂ. കണ്ടോ, ഇങ്ങനെയാണ് വരും. നെക്സ്റ്റ് പിസ്ത ഗ്രീൻ. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരും കേട്ടോ. നെക്സ്റ്റ് വീണ്ടും ബ്ലൂ. നല്ല ഭംഗിയുള്ള കളക്ഷനാണ്. ഇത്രയും പ്രൊഡക്റ്റ് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ. നെക്സ്റ്റ് പർപ്പിളിഷ് ലാവൻഡർ. തന്നെയാണ്, അതന്നെയാണ്.
ഇങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മുടെ ചിക്കു ഷെയ്ഡ്. തളർന്നു കേട്ടോ, അതാണ്. ഇനിയും ഉണ്ടല്ലേ. ചിക്കു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് യെല്ലോ. നെക്സ്റ്റ് പിങ്കിഷ് പീച്ച് കേട്ടോ. ഗ്രീൻ. പാൻറ്, ദുപ്പട്ട. ഇങ്ങനെയാണ്. ഗ്രേ ഇങ്ങനെ വരും. നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം തന്നെ കാണിച്ചു പോകുന്നത് കേട്ടോ. അത്രേ ടൈമുള്ളൂ, അതുകൊണ്ടാണ് വേഗം കാണിച്ചു പോകുന്നത്. നമുക്ക് ഒരു വൈറ്റ് ഇങ്ങനെ വരും. വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാം. കൂടുതലായിട്ടൊന്നും പറയാം, വിത്തൗട്ട് ലൈനിങ്ങിലാണ്. നല്ല അടിപൊളി കളക്ഷനാണ് കാണാൻ. പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. ആ പ്രശ്നം വരുന്നത് നീളമുള്ളവർക്കാണ് കേട്ടോ. ലെങ്ത് കൂടുതലുള്ളവർക്കാണ് ആ പ്രോബ്ലം വരുന്നത്. ലെങ്ത് കുറഞ്ഞവർ ഞാൻ പറഞ്ഞല്ലോ എടുത്തിട്ട് പോകുന്നുണ്ട്, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതാണ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. 3/4 സ്ലീവൊക്കെ വന്ന 45.5 ഇഞ്ചസോളം ലെങ്ത് വന്ന ഒരു ഐറ്റമാണ്. അതുപോലെ ഡാർക്ക് ഗ്രേ ഷെയ്ഡ്. ഇങ്ങനെ വരും. ഇനി റോസ് ഷെയ്ഡ്, റോസ് പിങ്ക് ഷെയ്ഡ്. ഇങ്ങനെ വരും. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ. ഇനി ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. അതും നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഉണ്ടോ? ഇനിയും ഉണ്ടോ? എക്സൽ ആണോ? എക്സൽ 2 ബാക്കിയുണ്ട്. ഓക്കെ, എന്നാൽ ചെയ്യും. ഇങ്ങനെ ഇങ്ങനെ വരും. വേണ്ടോ? അപ്പോൾ 499. ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ളത് XXL ആണ്. ഇന്ന് കാണിച്ച 3 പീസ് സെറ്റിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരിക. മാത്രമല്ല, ഇത് നമ്മൾ ഡാമേജ് സെയിലാണ്. കംഫർട്ടബിൾ ആയവർ മാത്രം പർച്ചേസ് ചെയ്യുക. റിട്ടേണോ റീഫണ്ടോ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് കംഫർട്ടബിൾ ആണ്, പക്ഷേ വലിയ റേറ്റിനുള്ള 1000-1500 ഒന്നും മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടില്ല. കാരണം ഒരു ആവറേജ് 3 പീസ് സെറ്റാണ് കേട്ടോ വരുന്നത്. പക്ഷെ നല്ല സുഖമുണ്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനുള്ള ഒരൊറ്റ കുറവ് എന്ന് പറയാൻ ഈ ഒരു ദുപ്പട്ടയുടെ നീളക്കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ദുപ്പട്ടക്ക് നീളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്.